ദൈവതിരുനാമത്തിന് മഹത്വം. എമ്മാനുവൽ മിഷൻ TV-യിൽ നിന്ന് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. എമ്മാനുവൽ മിഷൻ TV-യിലൂടെ എമ്മാനുവൽ മിഷൻ ടീം അംഗങ്ങൾ കുറച്ച് ദിവസങ്ങളായി സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന വിഷയങ്ങളോ ബന്ധത്തിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നല്ലോ. അത് സംബന്ധിച്ച വീഡിയോകൾ ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പലരും സ്വർഗരാജ്യം സംബന്ധിച്ചുള്ള വീഡിയോകൾക്ക് നൽകിയ നല്ല പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. പലരും ഞങ്ങളെ ബന്ധപ്പെട്ടു, ഇതൊരു വിവാദ വിഷയമാണ്, സ്വർഗരാജ്യവും ദൈവരാജ്യവും ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ ഒരു വിവാദമാണ്, അതിലൊന്നും ഒത്തിരി ഇടപെടാതിരിക്കുകയാണ് നല്ലതെന്നൊക്കെ ഞങ്ങളെ ഉപദേശിക്കാനിടയായി. പ്രിയമുള്ളവരെ, സ്വർഗീയ മർമ്മങ്ങളെ, സ്വർഗീയ രഹസ്യങ്ങളെ ദൈവമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒരു മനുഷ്യനും അവൻ്റെ ബുദ്ധിയുടെ പരിമിതി വെച്ച്, അവൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് ദൈവിക രഹസ്യങ്ങളെ സമ്പൂർണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ സകല മഹത്വവും മനുഷ്യനെ ഒന്നിച്ചു വെളിപ്പെടുത്താതെ ഓരോരുത്തർക്ക് അളവ് പങ്കിടുന്നതനുസരിച്ച് കൊടുക്കുന്നു എന്നാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടുന്നതായ ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്നതായ കാഴ്ചപ്പാടുകൾ നമ്മളുമായി പങ്കുവെക്കുന്നത്, ഒരു സംവാദത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് നല്ലതാണ്. കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിപ്പാൻ ഇടയായിത്തീരും. ഇത് ഒരു തർക്കവേദിയല്ല, മറിച്ച് ഇത് ആശയങ്ങൾ പങ്കുവെക്കുന്ന സംവാദ വേദിയാണ്. തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങൾക്കും നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. തീർച്ചയായും നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്നവരെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുന്നതാണ്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ യേശു ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു എന്നവിടെ എഴുതിയിരിക്കുന്നു. അതിനു മുമ്പ് 2-ാം വാക്യത്തിൽ എഴുതിയ വാക്യം ഇങ്ങനെയാണ്: അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് അനേകം ദിവസങ്ങൾ, കൃത്യമായി ഒരു ദിവസം ഇവിടെ പറയുകയാണ്, 40 നാളോളം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവരാജ്യം സംബന്ധിച്ചാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബൈബിളിൽ ദൈവരാജ്യം. കാരണം യേശു ഉയർത്തെഴുന്നേറ്റിട്ട് 40 നാളോളം ശിഷ്യന്മാരോട് ദൈവരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ 40 നാളോളം യേശുവിന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു വിഷയമായിരുന്നു ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന വിഷയം നാം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു, അതായത് ഉയർത്തെഴുന്നേറ്റ യേശു, തൻ്റെ സകല മഹത്വത്തോടും ആമേൻ ആയിരുന്ന യേശു 40 നാളോളം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു ദൈവരാജ്യത്തെക്കുറിച്ച്. നിശ്ചയമായും ദൈവരാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അത് നമുക്ക് പ്രയോജനപ്പെടും. പ്രിയമുള്ളവരെ, എന്താണ് ദൈവരാജ്യം? ഞാൻ അത് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നരേന്ദ്ര മോഡി എന്ന കരുത്തനായ ഭരണകർത്താവ് ഭരിക്കുന്ന ഒരു രാജ്യമാണ്. തീർച്ചയായും നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യക്കാർ, അമേരിക്കയോ കാനഡയോ ഏതെങ്കിലും അറബ് രാജ്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ അവരിങ്ങനെ പറയും, മോദിയുടെ രാജ്യം.
മോദിയുടെ രാജ്യം എന്ന് പറയുമ്പോൾ എന്താണ് മറ്റു രാജ്യക്കാർ ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, മോദി ഭരിക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ പേര് വേറെയാണ്, ഇന്ത്യ എന്നാണ്. പക്ഷെ ചിലപ്പോൾ ചിലർ പറയുമ്പോൾ മോദിയുടെ രാജ്യം എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മോദിയാൽ ഭരിക്കപ്പെടുന്ന, നരേന്ദ്രമോദിയാൽ ഭരിക്കപ്പെടുന്ന രാജ്യം. ഒരു വ്യക്തിയുടെ പേര് പറയുന്നത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിലുള്ള രാജ്യം. ഇതുപോലെയാണ് ദൈവരാജ്യം എന്ന വാക്ക് ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള രാജ്യം, ദൈവത്തിന്റെ അധികാര പരിധിയിലുള്ള രാജ്യം. മറ്റൊരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ള രാജ്യം. അതാണ് ദൈവരാജ്യം. കാരണം ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരും ഇന്ത്യയിലെ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഞങ്ങൾക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല.